കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ, അങ്ങനെ മനുഷ്യമൃഗ സംഘർഷത്തിന്റെ അവസാനത്തെ ഇരയായി മാറിയിരിക്കുകയാണ് അജി എന്ന മനുഷ്യൻ. വേദനയോടെ, വിങ്ങലോടെ മാത്രമേ ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും ഒക്കെ നമുക്ക് കാണാനും പുറത്തു പറയാനും കഴിയുന്നുള്ളൂ. കമൽ, എന്താണ് ഏറ്റവും പുതിയ വിവരം? ആ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലത്ത് അല്പസമയത്തിനുള്ളിൽ ഞാൻ എത്തും. ഈ അജിയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ വിവരം, ഈ കാട്ടാന ഇറങ്ങിയ പ്രദേശങ്ങളിൽ, അത് നഗരസഭയിലെ വനത്തോടൊക്കെ അടുത്താണെങ്കിലും നഗരസഭയിലെ പ്രദേശങ്ങളാണ്. കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളാണ്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാക്കാലാണ് നിലവിൽ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കടുത്ത പ്രതിഷേധവും ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. കാരണം ഈ റേഡിയോ കോളർ ഉള്ള ഒരു ആനയായിട്ടും അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വനംവകുപ്പ് നൽകുന്ന വിശദീകരണം ഇതാണ്. കർണാടക വനംവകുപ്പിന് പലതവണ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും അവർ ഇതിന്റെ റിസീവറും ആന്റിനെയും ലഭ്യമാക്കിയില്ല. ഇന്റർനെറ്റ് വഴി യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് വളരെ ലാഗാണ്, വളരെ വൈകിയാണ്, ഇടവേളകളിലാണ് സിഗ്നൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആനയുടെ ലൊക്കേഷൻ അറിയാൻ ആ സംവിധാനം പര്യാപ്തമല്ല. ഇന്നലെ വയനാട്ടിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോയമ്പത്തൂരിൽ പോയ ഒരു NGOയിൽ നിന്ന് ഈ റേഡിയോ കോളറിന്റെ റിസീവറും ആന്റിനെയും കൊണ്ടുവന്നു. അപ്പോഴും ഫ്രീക്വൻസി കൈമാറാൻ കർണാടക വനംവകുപ്പ് തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ CCF KS ദീപ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. രണ്ടാമതൊരു ആനയുണ്ട്, അതിന്റെ പോലും ഫ്രീക്വൻസിയും ഇതും ലഭ്യമാക്കിയിട്ടില്ല, വീണ്ടും കത്തയച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഈ സംഭവം ഒരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും ഈ പറഞ്ഞതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ആനയായി ഒരു ദുരന്തം തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സേതു, ഈ കമൽ ഈ പറയുന്ന പോലെ ഇപ്പോ ഈ ഒരാഴ്ച മുൻപ് കത്തയച്ചു, അല്ലെങ്കിൽ ഇവർ നൽകിയില്ല എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാവും വനംവകുപ്പ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മുതിരാത്തത്? കാരണം ഇവർ തന്നില്ല എന്നൊരു കുറ്റം പറയുന്നതിനപ്പുറം, അല്ലെങ്കിൽ തന്നില്ല എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് തന്നില്ല, അത് ലഭ്യമാക്കേണ്ടതല്ലേ അവര്? അപ്പൊ എന്തുകൊണ്ടാവും വനംവകുപ്പ് മറ്റൊരു നടപടിക്രമങ്ങളിലേക്കൊന്നും മുതിരാതിരുന്നത്? അത് രാഷ്ട്രീയമായൊക്കെ ഇടപെടൽ വേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും അത്തരത്തിൽ ശ്രമങ്ങൾ നടന്നു, കിട്ടിയില്ല എന്ന വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റ് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അന്നും 4-5 മണിക്കൂറൊക്കെ വൈകിയാണ് ഈ സിഗ്നലുകൾ ലഭിച്ചിരുന്നത്. എന്തായാലും ഇത് സാങ്കേതികമായി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു മനുഷ്യജീവൻ നഷ്ടമായിരിക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരാഴ്ചക്കിടെ 2ാം തവണ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. അന്ന് അപകടമുണ്ടായില്ല, അതെ, കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ പറ്റിയെങ്കിൽ ഇന്നിതാ ഒരു മനുഷ്യ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. സേതുലക്ഷ്മി, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്താം. ഞാൻ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. ശരി കമൽ, ശരി. എന്താണെങ്കിലും വയനാട്ടിൽ വീണ്ടും മനുഷ്യമൃഗ സംഘർഷത്തിന്റെ ഒടുവിലത്തെ ഇരയായി മാറിയിരിക്കുകയാണ് അജി. കാട്ടാൻ ആക്രമണം, ഒരാഴ്ചത്തെ ഇടവേളയ്ക്കു ശേഷം ഉണ്ടാകുന്ന 2ാമത്തെ ആന ഇറങ്ങലാണ് വയനാട്ടിൽ. തണ്ണീർക്കൊമ്പൻ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മറ്റൊരു കൊമ്പൻ. തണ്ണീർക്കൊമ്പനോടൊപ്പം തന്നെ കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ തുറന്നുവിട്ട ആനയാണ് വയനാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ഈ ആനയാണ് ഇപ്പോൾ ജനവാസ മേഖലയിലെത്തി ഒരാളുടെ ജീവൻ അപഹരിച്ചിരിക്കുന്നത്. ആന വീട്ടിലേക്ക് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ ഒരു ഭാഗത്തായി കാണുന്നത്. മറ്റൊരു ഭാഗത്ത് താഴെ കാണുന്ന വ്യക്തി, ആ ചിത്രത്തിലുള്ള വ്യക്തിയാണ് മരിച്ച അജി. മറ്റൊരു ഭാഗത്ത് കാണുന്നത് ആശുപത്രിയിലെ സംഘർഷാവസ്ഥ. അങ്ങനെ അത്യന്തം ദാരുണമായ ഒരു സംഭവം, അതീവ ദാരുണം, ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ആനയുടെ ആക്രമണത്തിൽ. CK വിജയനുണ്ട് നമുക്കൊപ്പം. CK, ആശുപത്രിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. കാരണം ഇത് 1-2 ദിവസത്തെ കാര്യമല്ല. ഇത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വയനാടിന്റെ വനാതിർത്തിയുമായി ഉള്ള മേഖലകളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാലും, എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും, എത്ര തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ ചേർന്നാലും ഒന്നും തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യമായി ഇത് മാറുന്നില്ല എന്നാണ് ഇപ്പോൾ
മനസ്സിലാകുന്നത്. പുലിയായാലും കടുവയായാലും കരടിയായാലും കാട്ടാനയായാലും ഓരോ ദിവസവും ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു തുടർച്ചയായ 2 മാസ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, ഇതെല്ലാം തന്നെ ഈ വന്യജീവികളെല്ലാം തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവർ പ്രതിഷേധിക്കും. അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്നും പ്രതിഷേധിക്കുന്ന ഒരു സമൂഹമായി, എന്നും അപകടം പറ്റിയതിനു ശേഷം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി വയനാട്ടിനെ മാറ്റിവിടാൻ പറ്റുമോ? കുറെ കൂടി ഗൗരവമേറിയ ആലോചനകൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളേ? കുറെ കൂടി ഗൗരവമേറിയ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് പ്രവർത്തിച്ച് കാണിക്കേണ്ടതല്ലേ? എത്ര കാലമായി ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 4 വർഷങ്ങളുമായിട്ടുണ്ടാവും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ കുറെ കൂടി ഗൗരവമേറിയ വിഷയമുണ്ട്. ആനയെ ഒരിക്കൽ പിടികൂടിയതാണ്, അതിനെ കോളർ ഘടിപ്പിച്ചതാണ്. ആ കോളർ ഘടിപ്പിച്ച ആന ജനവാസ മേഖലയിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? എന്തുകൊണ്ട് അതിനെ തിരിച്ച് കാട്ടിലേക്ക് തുരത്തിവിടാൻ ശ്രമം നടത്തിയിട്ടില്ല? അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രതിരോധ നടപടികൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നതിന് കൃത്യമായി കേരളത്തിലെയും കർണാടകത്തിലെയും വനം വകുപ്പ് അധികൃതർ മറുപടി പറയേണ്ടി വരും. അത് തന്നെയാണ് സിക്കെ. കാരണം രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വയനാടുകാരെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നതാണ്. ഓരോ തരത്തിലുള്ള ഓരോ ജീവികൾ പുറത്തിറങ്ങുന്നു, ഓരോ അതിക്രമങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ആളുകളുടെ കടകമ്പോളങ്ങളെല്ലാം തകർക്കുന്നു, ഇതുപോലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ജീവൻ അപഹരിക്കുന്ന വാർത്തകൾ. അപ്പോൾ ഇതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഈ അജി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി നമുക്ക് എന്തായിരിക്കും വനം വകുപ്പ് ചെയ്യാൻ പോകുന്ന ഒരു നടപടിക്രമങ്ങൾ സി കെ? കാരണം കൂടുതൽ ദൗത്യസംഘത്തെ അങ്ങോട്ടേക്ക് അയക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ദൗത്യസംഘം എത്തി ആനയെ കാടുകയറ്റും, അതോടെ നിലയ്ക്കുന്നതാണ് സാധാരണ ദൗത്യങ്ങളെല്ലാം. ഇതും അത്തരത്തിൽ തന്നെ ആകും എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഇത് കുറെ കൂടി വിഷമം പിടിച്ച ഒരു ജോലിയായിരിക്കും എന്നാണ് പ്രത്യക്ഷത്തിൽ ആ ആനയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇപ്പോഴും ഈ ആന ജനവാസ മേഖലയിൽ ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ് കരുതുന്നത്. കാരണം അത് തിരിച്ച് കാട്ടിലേക്ക് അതിനെ അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ ഇത്രമാത്രം അക്രമമായ ഈ ആനയെ എങ്ങനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത്തരത്തിൽ നിരന്തരം ആൾക്കാരുടെ ജീവൻ, അവരുടെ സ്വത്തുകൾ, കൃഷി എല്ലാം നശിപ്പിക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതും വളരെ ഗൗരവമേറിയ വിഷയമാണ്. സ്വാഭാവികമായി എളുപ്പം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല എന്നും ഇത് ഏതെങ്കിലും വകുപ്പുകളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല എന്നും എല്ലാവർക്കും അറിയാം. ഇതൊരു കടുത്ത യാഥാർത്ഥ്യമാണ്, നേരിടാൻ പ്രയാസമുള്ള കാര്യമാണ്, എല്ലാം അറിയാം. പക്ഷേ എങ്കിൽ പോലും നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശത്തെ എല്ലാം തന്നെ ആൾക്കാർ അത് നിയന്ത്രിച്ച ചരിത്രമുണ്ട്, നിയന്ത്രിച്ച കേരളത്തിൽ തന്നെയുണ്ട്. ഒരു കാലത്ത് ഈ നമ്മൾ പറയുന്ന കണ്ണൂർ ജില്ലയുടെ ഈ കൊട്ടിയൂർ വനമേഖലയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ നടത്തിയ പ്രതിരോധം ഫലം കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടെ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള വേലികൾ, ട്രെഞ്ചുകൾ, മതിലുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ഗുണപ്രദമായിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഈ വയനാട്ടിന്റെ അതിർത്തികളിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഗൗരവമേറിയ വിഷയമായി പരിഗണിക്കപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അത്ര എളുപ്പമല്ല. വയനാടിന്റെ വനമേഖലയുടെ വിസ്തൃതി, വനമേഖലയുടെ അതിർത്തി വളരെ വിപുലമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഏതെങ്കിലും രീതിയിൽ ഇത് പരിഹരിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ വന്യമൃഗങ്ങളെ കാട്ടിന്റെ അകത്തേക്ക് താമസിപ്പിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് നിർത്താനും ശേഷിയുണ്ടാക്കുക, അല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിലുള്ള ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും